ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അൻവർ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാട്, അതിനോട് UDF എടുത്ത സമീപനം, ഇതെല്ലാം വെച്ചുകൊണ്ട് ശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് അവിടെ സാധിക്കും. നന്നായിട്ട് ജയിക്കാനുണ്ട്. ഇതാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു നാട്ടുകാരൻ തന്നെയാണല്ലോ. അവിടെ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നതും പ്രവർത്തിച്ചു വന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം നിയോജകമണ്ഡലം ആണ് ഈ നിലമ്പൂർ. അത് കോൺഗ്രസ്സുകാർക്ക് എന്നും പറയാലോ. അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ മുഖവിലക്കെടുക്കാറില്ല. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക, അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ തർക്കമൊന്നുമല്ല ഞങ്ങൾ കാണുന്നത്. അത് തർക്കം നിങ്ങൾ കാണുന്ന തർക്കമല്ലേ. അതിൻ്റെ അപ്പുറത്ത് എത്ര തർക്കങ്ങളാണ് ആ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഉള്ളിലുള്ളത്. അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട്. എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ നിങ്ങൾ ചോദിച്ചിട്ടില്ല, ഞാനോട്ട് പറയാനും ഉദ്ദേശിക്കുന്നു. അത് റോഡ് ഷോക്കൊന്നും സ്ഥാനാർത്ഥി വേണമെന്നില്ല. അങ്ങനെ ചെല്ലാണ്. അവിടെ ഇപ്പം വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ശരി. ഇപ്പോൾ സ്വരാജിനെ അവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വോട്ടർമാരോടോ ജനങ്ങളോടോ ഇതാണ് സ്വരാജ് എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. സ്വരാജ് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അവിടെ പരിചിതനാണ്. അത് പാർട്ടിയിലെ തീരുമാനിക്കുക. അവരൊരാളെ സമ്മതം നോക്കിയില്ല തീരുമാനിക്കുന്നത്. പാർട്ടിയാണ് തീരുമാനിക്കുന്നതെല്ലാം. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയാണ് തീരുമാനിക്കുക ആരാണ് മത്സരിക്കേണ്ടത് എന്ന്. ഒരു വിലയിരുത്തലുമില്ല. അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുത്ത യൂദാസിൻ്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. അൻവറിന് അവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങളില്ല. അതിൽ UDFുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും പത്രത്തിൽ പറയുന്നതും ഒക്കെ. ഞങ്ങളെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടല്ലേ അൻവർ തിരിഞ്ഞിട്ടുള്ളത്. ഞാനതാ പറഞ്ഞത്. അൻവർ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും നിങ്ങളിപ്പോൾ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ കേക്ക് നീലെ ചോദിച്ചു. അത് മനസ്സിലാവണമല്ലോ. ചോദിച്ചാൽ മനസ്സിലാവണം. ചോദിച്ചാൽ ഉന്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞ പോലെ നിൽക്കുന്നതല്ല ഈ സെറ്റ്. ഏറ്റവും അവസാനം വേറൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ അത് ഗുണം ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഗുണം ചെയ്യില്ലല്ലോ, കാരണം പോയല്ലോ. അത് വിശദീകരിക്കാൻ എന്നെ ഉപയോഗിക്കണം. അതാണ് നിങ്ങൾ ഉന്നതം. അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അയാൾ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിലമ്പൂർ നിയോജകമണ്ഡലത്തിന് അടിസ്ഥാനപരമായിട്ട് തൊഴിലാളികൾക്ക് ഭീഷണവും രീതിയും ഒക്കെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ നിലമ്പൂർ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി അതിൻ്റെ ഫലമായിട്ട് മരിക്കേണ്ടി വന്ന, രക്തസാക്ഷിയാവേണ്ടി വന്ന കുഞ്ഞാലിയുടെ നാടാണ് ഈ നിലമ്പൂർ. ആ നിലമ്പൂരിലെ അധ്വാനിക്കുന്നൊരു വർഗമുണ്ട്, വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. മറ്റ് മണ്ഡലം പോലെയല്ല നിലമ്പൂർ. മലപ്പുറത്തെ തന്നെ മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല നിലമ്പൂർ മണ്ഡലം. നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്തി പാരമ്പര്യമുള്ള പരിചയമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉപജാപക സംഘങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വലിയ അഭിപ്രായ വ്യത്യാസവും സംഘർഷവും സംഘടനവും ഒക്കെ UDFിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സംഘർഷം കൂടി ഈ അൻവറും കൂടി വന്നപ്പോൾ ആയിരുന്നു മാത്രമേ ഉള്ളൂ. അത് കാണിച്ചുള്ളൂ. ഞങ്ങൾ UDF ആയിട്ടാണ് മത്സരം. അതിൻ്റെ അവർ തർക്കമുള്ളത്. അവിടെ വേറെ പ്രധാനപ്പെട്ട വേറൊരു മുന്നണിയില്ല. ഉള്ളത് LDFും UDFും തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് നിങ്ങൾ ഗൗരവത്തിലെടുത്തോ. അവിടെ ആര് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും അവിടെ എല്ലാ വർഗീയവാദികളും, ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത,
അതിൻ്റെ ഒപ്പം ചേർന്ന UDFൻ്റെ വിഭാഗം എല്ലാം ചേർന്ന് ഒരു മഴവിൽ സഖ്യമൊക്കെ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് വരില്ല. അതാണ് കാര്യം. ഈ തെരഞ്ഞെടുപ്പ് ഏതെല്ലാം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിലെ